ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നോക്കാം കട്ട് ചെയ്യുന്ന ആളെ എനിക്ക് പരിചയപ്പെട്ടത്. ഇതാണ് കട്ട് ചെയ്യുന്ന ആള്. കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എനിക്ക് ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നത് തുഷുവാണ് കേട്ടോ. എൻ്റെ കസിനാണ്, എൻ്റെ അപ്പച്ചിയുടെ മോളാണ് അവളാണ് എനിക്ക് പണ്ട് തൊട്ടേ എനിക്ക് മുടി വെട്ടി തരാറുള്ളത്. എനിക്ക് ഏത് ഷോപ്പിൽ പോയി വെട്ടിയാലും എനിക്ക് അവൾ വെട്ടുന്നതായിരിക്കും എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നത്. എനിക്ക് അവൾ വെട്ടുമ്പോഴായിരിക്കും. അവളിങ്ങനെ എന്താ പഠിച്ചിട്ടും ഒന്നുമില്ല കേട്ടോ വെട്ടാനായിട്ട്. അവളിങ്ങനെ അവളുടെ കോളേജിൽ നിന്ന സമയത്ത് ഫ്രണ്ട്സിനൊക്കെ വെട്ടി അവൾക്ക് അങ്ങനെ ഒരു ശീലമായി. അവൾ പിന്നെ എൻ്റെ ഹെയറിൽ അങ്ങനെ പരീക്ഷണം നടത്താൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പുറത്ത് പോയി നമ്മൾ പൈസ കൊടുക്കുന്നതിനെക്കാട്ടി എനിക്ക് എപ്പോഴും വെറുത്തായിട്ട് തോന്നുന്നത് ഇവള് വെട്ടിത്തരുന്നതാണ്. പൈസയും ആവത്തില്ല, നല്ല സൂപ്പറായിട്ട് വെട്ടുകയും ചെയ്യും. ഹെയർ ആണെങ്കിൽ വെട്ടാൻ എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ വളർത്തും, അത് കാരണം ഞാൻ ഇപ്പം വെട്ടത്തില്ലെന്ന്. പക്ഷെ എന്താണ്, എൻ്റെ മുടിയാണെങ്കിൽ ഇപ്പം ഉള്ളും ഇല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ കോല് പോലെ കിടക്കണം. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് വെട്ടി കറക്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പം വളരെയും ചെയ്യുമല്ലോ. എന്തായാലും ഞാൻ ഇനി മൊത്തം ഞാനിങ്ങനെ ഓയിലൊക്കെ ഇട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ലെവലിൽ ചെയ്തിട്ട് വളർത്താമെന്ന് ഓർത്തു. എൻ്റെ ഹെയർ ആണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലെങ്തായിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചപ്പോഴാണ് കേട്ടോ. അത് നല്ല ലെങ്തും ഉണ്ടായിരുന്നു, നല്ല തിക്കായിരുന്നു മുടിക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലെങ്തും പോയി, എല്ലാം പോയി. പിന്നെ ഞാൻ കണ്ടിന്യൂസ് എപ്പോഴും ഞാനിങ്ങനെ ലെയർ കട്ട് വെട്ടും, മുടി വെട്ടിക്കൊണ്ടേ ഇരിക്കും. എപ്പോഴും ഞാൻ വെട്ടിക്കൊടുക്കും മുടി. എനിക്ക് ആരെങ്കിലും വെട്ടുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ത്വരയാണ്, ഞാനും വെട്ടാനിങ്ങനെ നോക്കും. അങ്ങനെ എപ്പോഴും എൻ്റെ ഷോർട്ട് കട്ടായിരിക്കും മുടി. പിന്നെ അങ്ങനെ വളർന്നിട്ടേ ഇല്ല. പിന്നെ എനിക്ക് ഇപ്പോഴാണ് ആഗ്രഹം ഒന്ന് വളർത്തണമെന്ന്. അപ്പം അതെന്താ എനിക്ക് ഉള്ളും ഇല്ല. അപ്പം ഞാൻ പിന്നെയും വെട്ടുവാണ്. മുടി വെട്ടുന്നതനുസരിച്ച് മുടി വളർന്നോളും കേട്ടോ. മുടി എപ്പോഴും നമ്മളിങ്ങനെ തുമ്പിങ്ങനെ കുറച്ച് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ മുടി കണ്ട ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് ആ ഹെയർ കളറൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷേ ഇപ്പം എന്തായാലും ഡാൻഡ്രഫിൻ്റെ ശല്യം ഇല്ല കേട്ടോ. ഡാൻഡ്രഫൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ഷാമ്പു ഒക്കെ ഇട്ട് നല്ല കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ മുടി നല്ല ഭംഗിക്ക് കിടക്കേ. പക്ഷെ അന്ന് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയും ഉള്ളും പോയി ഒരുമാതിരി കിടക്കുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹെയറിൽ നമ്മൾ ഓയിലൊക്കെ ഇട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും മുടി വളരാനും ഒക്കെ സഹായിക്കത്തുള്ളൂ. ഞാനിങ്ങനെ ഇപ്പം ഹോസ്പിറ്റലിൽ പുട്ടപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഓയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാത്തത്. കാരണം ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒരുമാതിരി കോട്ടിലൊക്കെ ഒരുമാതിരി ഇതാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. പഠിച്ചിട്ടൊന്നുമില്ല കേട്ടാ. ഇവിടെ കോളേജിലായ സമയത്ത് ഫ്രണ്ട്സിനൊക്കെ വെട്ടി കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് വെട്ടി അങ്ങനെ പഠിച്ചു. തുഷുവിനാണെങ്കിൽ എന്നെക്കാട്ടി ഹൈറ്റ് കുറവാണ് കേട്ടോ. ഞാനാണ് ഈ കൊന്നത്തേങ്ങ് പോലെ നിൽക്കുന്നത്. അത് കാരണം അവൾ എത്തിക്കുത്തി എന്ന് എനിക്ക് വെട്ടിത്തരുന്നത്. അപ്പം സൈഡിൽ ഇരിക്കുന്ന തുഷുവിൻ്റെ മോളാണ് പല്ലൂസ്. അപ്പോൾ പല്ലുവും പറയുക പല്ലുവിൻ്റെ മുടി വെട്ടുന്നത് എപ്പോഴാണ്. അവളാണ് ഞങ്ങളുടെ എല്ലാവരെയും ഹെയർ സ്റ്റൈലിസ്റ്റ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഹെയർ കളർ ചെയ്തത് എവിടുന്നാന്ന്. ഞാൻ ഹെയർ കളർ ചെയ്തത് സലുണ്ടിയാർ എന്ന് പറഞ്ഞൊരു ഷോപ്പില്ല കേട്ടോ. അത് നമ്മുടെ ആലപ്പി. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആലപ്പുഴയിലായിട്ടാണ് ആ ഷോപ്പ് വരുന്നത്. എനിക്ക് 4000 രൂപയായിരുന്നു കേട്ടോ ഹെയർ കളർ ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു അവിടെ കുറച്ച് കൂടുതലാണ് പൈസ ബാക്കി ഉള്ള ഷോപ്പിനെ അപേക്ഷിച്ചിട്ട്. അപ്പം ഓരോ ഇതനുസരിച്ചാണ് പൈസ കൂടുന്നത്. ആ ടൈമിൽ ഞാൻ ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവർ പറഞ്ഞു ബോട്ടോക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻ്റെ ഓൾറെഡി ഇങ്ങനത്തെ ഹെയർ ആയത് കാരണം വേറെ വല്ലതും ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഹെയർ കളർ ചെയ്യാമെന്ന്. അപ്പോൾ അവർ ചെയ്ത ഹെയർ കളറാണ് ബർഗണ്ടി കളറും കണ്ടിട്ടായത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു, നൈസ് കളറായത്.
ഫെയ്ഡൊന്നും ആയില്ല. എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു കളറായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരു ടൈമിലാണെങ്കിൽ ഞാൻ എപ്പോഴും ലെയർ കട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് ലെയർ ആയിരുന്നു ഇഷ്ടം, പക്ഷേ ഇപ്പോൾ എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അവൾ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടിയത്, ലെയർ കട്ട് വെട്ടാണ്ട്. അതാകുമ്പോൾ നമ്മൾ ഇനി വളർത്തുവാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കുമല്ലോ.